നവകേരള സദസ്സിനായി മതിൽ പൊളിച്ച മാവേലിക്കര ഗവൺമെന്റ് ബോയ്സ് സ്കൂളിൽ വേലി കെട്ടാനെത്തിയ കോൺഗ്രസ് കൗൺസിലർമാരെ പോലീസ് തടഞ്ഞു എന്നുള്ളതാണ് അരുണെ അതിന്റെ വാർത്ത. വേലി കെട്ടിയാൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുമെന്ന് പോലീസ് അറിയിച്ചു. വിവരങ്ങളുമായി മനീഷ് മഹിപാൽ ചേർന്നു. മനീഷ്, സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ടോ സ്ഥലത്ത്? ഹാഷ്മി, നിലവിൽ മാവേലിക്കരയിലെ തർക്കം UDF ഭരിക്കുന്ന മാവേലിക്കര നഗരസഭയും ഒപ്പം തന്നെ LDF തമ്മിലാണ് തർക്കം നടക്കുന്നത്. ദിവസങ്ങൾക്ക് മുൻപാണ് ഈ മാവേലിക്കര ഗവൺമെന്റ് ഹൈസ്കൂളിലെ മതില് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഈ മതിൽ പൊളിച്ചത്. പക്ഷേ ഈ മതിലും സ്കൂളും ഒക്കെ തന്നെ നഗരസഭയുടെ അധീനതയിലുള്ളതാണ്. നേരത്തെ കളക്ടർ ഈ മതില് കാലപ്പഴക്കം കൊണ്ട് പൊളിക്കാൻ പറഞ്ഞിരുന്നുവെങ്കിലും ഇത് ധൃതി പിടിച്ച് പൊളിച്ചു. ഇത് അതുമല്ല, നഗരസഭയുടെ അധീനതയിലുള്ള മതില് പൊളിച്ചത് മറ്റാരോ ആണ്. അത് CPIM-ന്റെ പ്രവർത്തകരാണെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇന്ന് പ്രതിഷേധം സംഘടിപ്പിക്കാൻ വേണ്ടി UDF കൗൺസിലർമാർ തീരുമാനിച്ചത്. അങ്ങനെയാണ് കോൺഗ്രസിന്റെ കൗൺസിലർമാർ ഇന്ന് കാറ്റാടി കഴയും കോൺഗ്രസ് കൗൺസിലർമാർ ഈ സ്ഥലത്തേക്ക് എത്തി. അവിടെ വേലി കെട്ടും, അതായത് സ്കൂളിന് നിലവിൽ ഒരു സുരക്ഷയില്ല, അതുകൊണ്ട് മതിലിന് പകരം തങ്ങൾ പ്രതിഷേധ സൂചകമായി വേലി കെട്ടുമെന്ന് ഇന്നലെ തന്നെ പറഞ്ഞത്. പക്ഷെ ഇന്നലെ നടപടിക്രമങ്ങൾ നീണ്ടുപോയി. ഇന്ന് രാവിലെയാണ് ഈ മാവേലിക്കര നഗരത്തിലൂടെ ഈ നഗരസഭയിലെ കൗൺസിലർമാർ കാറ്റാടി കഴിയുമായി ആ സ്ഥലത്തേക്ക് വന്നു. പക്ഷെ സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് അവിടെ വെച്ച് തന്നെ മാവേലിക്കര പോലീസ് ഇവരെ തടയുകയായിരുന്നു. ഒപ്പം തന്നെ ഈ മതില് വേലി കെട്ടിയാൽ അത് സംഘർഷ സാധ്യത ഉണ്ടാകും, അത് ക്രമസമാധാന പ്രശ്നം ഉണ്ടാകും, ലോ ആൻഡ് ഓർഡർ വിഷയമുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച് ഇവരെ മാറ്റി. ഉടനെ തന്നെ മാവേലിക്കര പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. ഇപ്പോഴും സ്ഥലത്ത് സംഘർഷ സാധ്യത കൂടിയുണ്ട്. വൈകിട്ട് കോൺഗ്രസ് പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുന്നുണ്ട്. ഈ വരുന്ന മറ്റന്നാൾ, അതായത് വരുന്ന 16-ാം തീയതിയാണ് മാവേലിക്കര മണ്ഡലത്തിൽ മുഖ്യമന്ത്രി മറ്റു മന്ത്രിമാരെത്തുന്ന നവകേരള സദസ്സ് സംഘടിപ്പിക്കുന്ന ഈ മതിലിനോട് ചേർന്ന, ഈ പൊളിച്ച മതിലിനോട് ചേർന്ന അതേ കോമ്പൗണ്ട്, സ്കൂളിന്റെ കോമ്പൗണ്ടിലാണ് അവിടെ മുഖ്യമന്ത്രിയുടെയും നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട വേദിയുള്ളത്. ഹാഷ്മി.